കയ്യിലൊരു ട്രിമ്മറും ഇതുപോലത്തെ ഒരു തലയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുടി വെട്ടാൻ പഠിക്കാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതുപോലത്തെ ഒരു തല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. കാരണം അതിപ്പോൾ ഇത്തിരി കുളമായിക്കുകയാണെങ്കിൽ നമ്മളെ ചീത്തയൊന്നും പറയൂലല്ലോ. പിന്നെ ഈ മേശപ്പുറത്തിരിക്കുന്നത് ഒരെണ്ണൻ്റെ ബാക്കിലുണ്ട് ഹരിനന്ദന്മാരാണ്. ഇതൊക്കെ എൻ്റെ കസ്റ്റമറാണ് കേട്ടോ. ഇവരുള്ളതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ മുടി വെട്ടാൻ പഠിച്ചത് തന്നെ. ഇനി അടുത്ത വെക്കേഷനിലേക്ക് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നല്ല കേട്ടോ. കഴിഞ്ഞ കൊറോണ കാലത്ത് തുടങ്ങിയതാണ്. അന്ന് ബാർബർ ഷോപ്പൊക്കെ അടവല്ലായിരുന്നു. ഹരിനന്ദന്മാരുടെ മുടി ഞാൻ തന്നെയാണ് എടുക്കല്. പിന്നെ പീലിക്കുട്ടീനെ ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. മുട്ട അടിച്ചപ്പോൾ ഇങ്ങോട്ട് മുടി വരണേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പീലിക്കുട്ടീനെ തല അത്യാവശ്യം ഞാൻ തന്നെ കൊളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഷീത്താട്ടിന് അത് പോരാ, ബാക്കി ഷീത്താട്ടിനും കൂടെ കുറച്ച് കൊളാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഹരിനന്ദന്മാർ പറഞ്ഞ് ബാർബർ ഷോപ്പിൽ ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്തും പൗഡർ ഉണ്ടല്ലോ, നമ്മളതൊന്നും ഒട്ടും കുറയ്ക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് നല്ലോണമായിട്ട് തട്ടിക്കൊടുത്ത്. പിന്നെ മുൻഭാഗം ഒന്നും വെട്ടിയില്ല കേട്ടോ. മുൻഭാഗം കൂടെ വെട്ടിയാൽ ചിലപ്പോൾ പുട്ടുർമീസിൻ്റെ ലുക്ക് ആയാലോ. പിന്നെ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയതിനെ കൊണ്ട് ഞങ്ങളെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്.